Welcome to next lesson in numerical methods in physics. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റ് ന്യൂമറിക്കൽ ഡിഫറൻഷിയേഷൻ എന്നുള്ളതാണ്. ന്യൂമറിക്കൽ ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരുപാട് എക്സ് വാല്യൂസ് വൈ വാല്യൂസ് തന്നിട്ടുണ്ട്. ദറ്റ് ഈസ് എക്സ് ഐ വൈ ഐ എന്ന് പറയാം, ഫ്രം x0 to xn. സോ ദർ ആർ n+1 ഡാറ്റ പോയിന്റ്സ്. അപ്പോൾ ഇങ്ങനെ ടാബുലേറ്റ് ചെയ്തിട്ടുള്ള എക്സ് വൈ വാല്യൂസ് തന്നിട്ടുണ്ട്. ആൻഡ് ഫ്രം ദാറ്റ് ടാബുലേറ്റഡ് വാല്യൂ we have to find the differential of the function at some x values. But remember, the exact form of the function is not given. അപ്പോൾ ഫംഗ്ഷൻ എന്താ നമുക്ക് തന്നിട്ടില്ല, എക്സാക്ട് ഫോം ഓഫ് ദ ഫംഗ്ഷൻ തന്നിട്ടില്ല, പകരം തന്നിട്ടുള്ളത് സം എക്സ് ആൻഡ് വൈ വാല്യൂസ്. അപ്പോൾ ഈ എക്സ് ആൻഡ് വൈ വാല്യൂസിന് നമുക്ക് എന്ത് ചെയ്യണം? വി ഹാവ് ടു ഫൈൻഡ് ദ ഡിഫറൻഷ്യൽ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. പിന്നെ നമ്മുടെ സിലബസ് അനുസരിച്ച് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യലും സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യലും മാത്രമേ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ പല മെത്തേഡ് ഉണ്ട് ന്യൂമറിക്കൽ ഡിഫറൻഷിയേഷന്. അതിൽപ്പെട്ട വളരെ സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ തന്നിരിക്കുന്ന ഡാറ്റ പോയിന്റിൽ നിന്ന് നമ്മൾ ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ ഫോം ചെയ്യാം. എന്നിട്ട് ആ പോളിനോമിയലിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ബിക്കോസ് ദാറ്റ് പോളിനോമിയൽ അപ്രോക്സിമേറ്റ്സ് ദ ഫംഗ്ഷൻ ഇൻ ദാറ്റ് ഗിവൺ ഇന്റർവൽ. ഇപ്പോൾ x0 to xn എന്നുള്ള ഇന്റർവെല്ലിൽ വി വിൽ ഫോം എ പോളിനോമിയൽ. ഇപ്പോൾ നമ്മുടെ കേസിൽ ആകെ ഒറ്റ പോളിനോമിയൽ മാത്രമേ നമ്മുടെ സിലബസിലുള്ളൂ. ഇറ്റ് ഈസ് ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് പോളിനോമിയൽ. So our method is to differentiate the Newton's forward difference polynomial and obtain dy by dx and d square y by dx square. So the set of x values are given xn, xi, yi, and setting the value of x equal to x0 plus phi. X എന്ന് പറയുമ്പോൾ any value in that interval. X എന്നുള്ളത് it is any value in that interval from x0 to xn. So that x can be written as x0 plus some real number p into h. h എന്ന് പറയുമ്പോൾ it is the step size between x values. x0 മുതൽ x1 വരെ, x1 മുതൽ x2 വരെ x values എല്ലാം ഈക്വി ഡിസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിനൊക്കെയുള്ള സ്റ്റെപ്പ് സൈസ് ആണ് h എന്നുള്ളത്. സോ x ഈക്വൽ ടു x0 പ്ലസ് പി എച്ച് എന്ന് കൊടുക്കുകയാണെങ്കിൽ ന്യൂട്ടൺസ് പോളിനോമിയൽ എന്നുള്ളത് നമുക്ക് മുമ്പ് എഴുതിയതാണത്. It becomes y equal to y0 plus p delta y0 plus p into p minus 1 by 2 factorial into delta square y0 etc. അപ്പോൾ അതിൽ p എന്നുള്ളതാണ് വേരിയബിൾ. y is a function of x and actually here y is a function of p but p is a function of x. എങ്ങനെ p function of x ആയി വരും? ഇവിടെ നമുക്ക് കാണാം p is equal to x minus x0 by h എന്നുള്ളതാണ്. So now y is a function of p and p is equal to x minus x0 by h. So dy by dx is equal to dy by dp into dp by dx എന്ന് പറയാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു dy by dp into dp by dx എന്നുള്ളത് ഇവിടുന്ന് കാണും നിങ്ങൾക്ക് dp by dx എന്നുള്ള 1 by h ആണ്. ബിക്കോസ് dp by dx is equal to dx by dx, that is 1, minus dx0 by dx, it will be 0 because x0 is a constant. So 1 by h എന്ന് വരും. സോ 1 by h into dy by dp. അപ്പോൾ നമുക്ക് ഈ പോളിനോമിയലിനെ, തൊട്ട് മുമ്പത്തെ പോളിനോമിയലിനെ dy by dp, this polynomial, that is y equal to y0 എന്നുള്ള ഈ പോളിനോമിയലിനെ we have to differentiate with respect to p. Therefore dy by dx is equal to 1 by h into dy by dp. So dy by dp എന്നുള്ളതിൽ ഫസ്റ്റ് ടേം വരാം, ഇതാണ് y എന്നുള്ളത്. സോ d by dp of y0, ഫസ്റ്റ് ടേമിൻ്റെ ഡിഫറൻഷ്യൽ y0 ടേമിൻ്റെ ഡിഫറൻഷ്യൽ 0 ആണ്, പ്ലസ് d by dp of p delta y0, it becomes delta y0. So delta y0 plus now d by dp of this term, that is p square minus p, അതിൻ്റെ ഡിഫറൻഷ്യൽ വരെ 2p minus 1 എന്ന് വരാം. സോ 2p minus 1 by 2 into delta square y0, 2p minus 1 by 2 into delta square y0 plus this one becomes p cube എന്നുള്ളതാണ് ഒന്ന് വരാം. അപ്പോൾ അതിൻ്റെ ഡിഫറൻഷ്യൽ 3p square, then 3p square minus 3p square എന്നുള്ള അടുത്ത ടൈം വരും. അതിൻ്റെ ഡിഫറൻഷ്യൽ വരുന്നുണ്ടാവുക മൈനസ് 6p, സോ മൈനസ് 6p, then പ്ലസ് 2 by 3 factorial, that is 6 into delta cube y0 plus delta raised to 4 അതുപോലെ വരും p into p minus 1 into p minus 2 into p minus 3 എന്ന രീതിയിൽ അവിടെ വരും. സോ ദിസ് ഇസ് ദി ഡിഫറൻഷ്യൽ ഓഫ് y for any x values. Any x values എന്ന് പറയുമ്പോൾ we can find the differential of that function in the interval between x0 to xn
that x value may be in the tabulated values or it may not be included in the tabulated value. Tabulated values of x എന്നുള്ളത് 1, 2, 3, 4, 5 ആണെങ്കിൽ നമുക്ക് 1, 2, 3, 4, 5 എന്നുള്ള ആ ടാബുലേറ്റഡ് വാല്യൂസിലുള്ള ഡിഫറൻസിൽ വേണമെങ്കിൽ ഈ ഫോർമുല വെച്ചിട്ട് കാണാം. അതുപോലെ തന്നെ ആ ടാബുലേറ്റഡ് വാല്യൂസ് വെച്ചിട്ട് ഈ ഒരു ഫോർമുല വെച്ചിട്ട് ടാബുലേറ്റഡ് അല്ലാത്ത വാല്യൂസ് ഇപ്പോൾ 1, 2, 3, 4 ആണെങ്കിൽ 1.5 ഡിഫറൻസിലും വേണമെങ്കിൽ നമുക്ക് ഈ ഫോർമുല വെച്ചിട്ട് കണ്ടെത്താം. സോ ദിസ് യെല്ലോ കളർ ഇക്വേഷൻ ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ ഫോർ dy/dx. ഈ ഇക്വേഷൻ ഒന്ന് മിനിമൈസ് ചെയ്യാം. ഇഫ് our problem is to find the differential at one of the tabulated values of x. നമുക്ക് തന്നിരിക്കുന്ന എക്സ് വാല്യൂസ് ഏതെങ്കിലും ഒരു എക്സ് വാല്യൂസിലെ ഡിഫറൻഷ്യലാണ് കാണുന്നതെങ്കിൽ this formula can be simplified by taking that x value as x0. നമ്മൾ ആ എക്സ് വാല്യൂ എന്താക്കി എടുക്കണേ, x0 എന്നെടുക്കണം. x0 എന്നെടുത്തിട്ട് അതിനെ സോൾവ് ചെയ്യണം. സോ s equal to x0 we get p is equal to x minus x0 by h, it will be equal to 0. ഇപ്പോൾ p 0 എന്ന് വരും. സോ this formula becomes dy/dx at x equal to x0 is equal to 1 by h into delta y0 minus 1 by 2 delta square y0 plus 3 by 6 എന്നുള്ളത് 1 by 3 delta cube y0, സോറി 2 by 6 എന്നുള്ളത്, then plus ഇവിടെ വരുന്നുണ്ടാവും മൈനസ് 6 by 24 that is minus 1 by 4 delta raised to 4 y0 etc. അടുത്ത ടൈം it will be 1 by 5 into delta raised to 5 y0. So this equation can be used for finding the value of dy/dx only at the tabulated values of x. തന്നിരിക്കുന്ന ടാബുലേറ്റഡ് വാല്യൂസിൻ്റെ അവിടെ മാത്രമേ ഇത് നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. Now differentiating again, d square y/dx square will be equal to d/dx of dy/dx. That is equal to d/dp of dy/dx into dp/dx. അങ്ങനെ എഴുതാനുള്ള റീസൺ, now dy/dx is a function of dy/dx is a function of p. ഈ ഇക്വേഷൻ നോക്കുക മുകളിലുള്ള അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ d square y/dx square എന്നുള്ളതിൽ ഫസ്റ്റ് ടൈം 0 ആവും ബിക്കോസ് ഡിഫറൻഷ്യൽ ഓഫ് ഡെൽറ്റ y0 is 0 and this differential becomes 2 by 2 that is 1. So first term is delta square y0, then this one becomes 6p minus 6 by 6 into delta cube y0, 6p minus 6 by 6 into delta cube y0, and this becomes 12p square minus 36p plus 22 by 24 plus 22 by 24 delta raised to 4 y0 plus etc. And this equation gives the value of d square y/dx square for any x value in that interval. Again for tabulated values of x, p can be taken as 0. We get d square y/dx square at x equal to x0. അപ്പോൾ ഞാൻ ആ എക്സ് ഏത് വാല്യൂ എക്സ് ആണ് എക്സിലാണോ നിങ്ങൾക്ക് ഡിഫറൻഷ്യൽ ഡിറ്റർമിൻ ചെയ്യേണ്ടത്, ആ എക്സ് വാല്യൂസിനെ നമ്മൾ x0 എന്ന് എടുക്കുകയാണ്. സോ ദിസ് ഇക്വേഷൻ ബിക്കംസ് 1 by h square delta square y0 minus delta cube y0 plus this one 11 by 12 into delta raised to 4 y0 minus 5 by 6 into delta raised to 5 y0. It is also there. Then അപ്പോൾ ഇത്രയുമാണുള്ളത്. നിങ്ങൾക്ക് ഈ 4 ഫോർമുല, ഫസ്റ്റ് ദിസ് ഫോർമുല, ദെൻ സെക്കൻഡ് ദിസ് വൺ. ഇതിൽ സെക്കൻഡ് ഫോർമുല നമ്മൾ മിക്കവാറും ഉപയോഗിക്കുന്നുണ്ടാവുക ബിക്കോസ് മിക്ക പ്രോബ്ലത്തിലും ടാബുലേറ്റഡ് വാല്യൂസിലുള്ളതാണ് ചോദിക്കാറുള്ളത്. ദെൻ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യലിൽ ഫസ്റ്റ് ജനറൽ ഫോർമുല, ദെൻ സെക്കൻഡ് ഫോർമുല ഫോർ ടാബുലേറ്റഡ് വാല്യൂസ് ഓൺലി. Now we discuss some of the examples. From the following table of values of x and y, obtain dy/dx and d square y/dx square for x equal to 1.2. അപ്പോൾ ഇവിടെ x values 1, 1.2, 1.4, 1.6, 1.8, 2, 2.2. അപ്പോൾ ആവശ്യപ്പെട്ട പോയിന്റ് x equal to 1.2 ഡിഫറൻഷ്യലാണ്. ദാറ്റ് 1.2 ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ടാബുലേറ്റഡ് ലിസ്റ്റ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സിമ്പിൾ ഫോർമുല ഉപയോഗിക്കാം. ഫസ്റ്റ് വി ഫോം ദ ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ. അപ്പോൾ ഡിഫറൻസ് ടേബിൾ ഇങ്ങനെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ 1.2 എന്നുള്ള നമ്മുടെ ഇപ്പോഴത്തെ x0, സോ ദിസ് ബിക്കംസ് y0. അപ്പോൾ വി ക്യാൻ സീ ദാറ്റ് x0 ആൻഡ് y0, ദിസ് 1.3 ഈസ്, വി ക്യാൻ സീ x0 is equal to 1.2. ആക്ച്വലി നമ്മുടെ പ്രോബ്ലം തന്ന പ്രോബ്ലം അനുസരിച്ച് x0 1 ആണ്, പക്ഷേ നമുക്ക് വേണ്ടത് 1.2 ഡിഫറൻഷ്യൽ ആയതുകൊണ്ട് ഞാൻ 1.2 x0 നിൽക്കുകയാണ്. x0 is 1.2, then y0 is 3.3201 and h is 0.2. അപ്പോൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നമ്മുടെ ആ ഫോർമുലയിൽ. സോ dy/dx at x equal to x0 is equal to 1 by h into delta y0, that is 0.7351 because 1.2 corresponding to delta y0 വേണ്ടത്, then delta square y0, delta cube, delta raised to 4, delta raised to 5.
ഡെൽറ്റ റൈസ് ടു 5 ഫിഫ്ത്ത് ഓർഡർ ഡിഫറൻസ് വരെ പോകാൻ പറ്റുള്ളൂ വിത്ത് റെസ്പെക്ട് ടു 1.2 ആസ് x0. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇവിടെ ഡെൽറ്റ y0, ഡെൽറ്റ സ്ക്വയർ y0, ഡെൽറ്റ ക്യൂബ് y0, ഡെൽറ്റ റൈസ് ടു 4 and ഡെൽറ്റ റൈസ് ടു 5. So we get the difference as 3.3205, that is dy by dx. Similarly, d square y by dx square at x equal to x0 is, this is the general formula, and providing the values of delta square y0, that is 0.1627, minus delta cube y0, that is 0.0361, then 11 by 2 into delta raised to 4, that is 0080, then minus 5 by 6 into delta raised to 5, 0014, it becomes 3.318. So this is the example. Just a formula matram orthu vekka. Example 2. Find d by dx of j0 of x. j0 എന്ന് പറയുമ്പോൾ ഒരു ബെസൽ ഫംഗ്ഷൻ ഒക്കെ എന്നുള്ളതാണ്. അത് നമുക്ക് അത്ര ഫംഗ്ഷനെ പറ്റൊന്നും അറിയണമെന്നില്ല. d by dx of j0 of x x equal to 0.1 from the following table. ഈ ടേബിളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? dy by dx കണ്ടെത്തണം. അപ്പോൾ ഇവിടെ x ഉണ്ട്, y ഉണ്ട്. 0, 0.1, 0.2, 0.3, 0.4, then 1, 0.9, 0.9, 0.9. The x and y values are given. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് x equal to 0.1 ആണ്. സോ ദിസ് ക്യാൻ ബി ടേക്കൺ ആസ് അവർ x0, then x1, x2, x3 എന്ന രീതിയിൽ നമുക്ക്. സോ വി ക്യാൻ പ്രൊഡ്യൂസ് ദ ഡിഫറൻസ് ടേബിൾ. ഇപ്പോൾ ഡിഫറൻസ് ടേബിൾ ഞാൻ 0 എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 0 ഒഴിവാക്കാം, ബിക്കോസ് ദിസ് ഈസ് നോട്ട് റിക്വയർഡ് നൗ. നമുക്ക് ഇവിടെ നിന്നാണ് വേണ്ടത് 0.1. ഇപ്പോൾ 0.1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഇറ്റ് ഈസ് 0.9975. So x0 is 0.1 and y0 is 0.9975 and h is 0.1. Now providing the values, dy by dx at x equal to x0 is 1 by h into delta y0, that is minus 0.0075. That value is given here. Minus 1 by 2 into delta square y0, that is minus 0.0049. Then plus 1 by 3 into delta cube, that is 0.0001. Up to that we can go. Third order difference vare pogan pattullum, so only 3 terms are there. So that is equal to minus 0.0502. Now another one from the following data, which represents the time versus angle. Find the angular velocity at t equal to 0.04. Angular velocity എന്ന് പറയുമ്പോൾ it is d theta by dt. Actually it is the differential and it is asked for a tabulated value. Tabulated value ഉള്ളതാണത്. So we can take the first formula. First of all we will produce the difference table. ഇപ്പോൾ തന്നിരിക്കുന്ന എല്ലാ വാല്യൂം വെച്ച് ഞാൻ ഇവിടെ ഡിഫറൻസ് ടേബിൾ ഫോം ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് ആണ് 0.04. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഈ യെല്ലോ കളറിൽ കാണുന്ന ഫസ്റ്റ് ലൈൻ, അതായത് ദിസ് ഈസ് y0 0.168, and this one is delta y0, this is delta square y0, this is delta cube y0, this is delta raised to 4 y0. So up to fourth order we can go with respect to x0 as 0.04. The values il nammal ethi x0 എന്നുള്ളത് t0 it is 0.04, y0 എന്നുള്ളത് it is theta 0, that is 0.168, and h is 0.02. So dy by dx at x equal to x0 is, this is the formula. Then putting the values 1 by 0.2074, delta square എന്നുള്ളത് ഇവിടെ കിട്ടും 0.11, then delta cube എന്നുള്ളത് it is minus 0.015, then delta raised to 4 is 0.019. So we get it as 2.9375. So the angular velocity is 2.9375 radian per second. Now these are two problems that you have to do yourself. The distance versus time are given. Find the velocity of the particle at t equal to 0.2. So dx by dt ആണ് വേണ്ടത്. At this point we can use the tabulated formula. Then another problem is the angle versus time versus angle readings are given. Find the angular velocity. Again angular velocity is d theta by dt at t equal to 0.2. It is again a tabulated point, so we can use the formula for tabulated x values. So ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഏത് പ്രോബ്ലം വേണമെങ്കിലും സോൾവ് ചെയ്യാം. By using the tabulated values we can find the value of dy by dx and d square y by dx square, and this technique is known as
numerical differentiation. So thank you for watching this video.